ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മളിവിടെ പ്രാഥമിക തലത്തിൽ, ഏറ്റവും പ്രാഥമിക തലത്തിൽ ധർമ്മത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചേർത്ത് കോർത്ത് നിർത്തുന്ന വ്യവസ്ഥയാണ്, താളമാണ് ധർമ്മം. പ്രപഞ്ച താളമെന്ന് പറയാം. അതിനെ തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായി നമ്മുടെ ജീവിതം നയിക്കുന്നത് എൻ്റെ ചിന്തകളെ കൊണ്ടും എൻ്റെ വാക്കുകളെ കൊണ്ടും എൻ്റെ പ്രവൃത്തികളെ കൊണ്ടും ഈ പ്രപഞ്ച താളത്തിനൊരു ദോഷം, ഒരു ഭംഗം ഉണ്ടാവരുതേ എന്ന സങ്കല്പത്തോടുകൂടി ജീവിക്കുന്നതാണ് ധാർമ്മിക ജീവിതം. ആ ധാർമ്മിക ജീവിതം ഒരു മനുഷ്യൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് പല പ്രകാരത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചും ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ചും ഇനി വാനപ്രസ്ഥിയെയും സന്യാസിയെയും സംബന്ധിച്ചുമൊക്കെ ആചരണത്തിന് വ്യത്യാസങ്ങളുണ്ട്. ഇത്രയും വിഷയങ്ങൾ മുഖവുരയായി പറഞ്ഞ ശേഷം സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനമായ സത്യം, ധർമ്മം, സ്വാധ്യായം ഇവയെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. അവിടെ ആലോചിച്ച 3 വാക്യങ്ങൾ ഓർമ്മിക്കുക. സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായാൻ മാ പ്രമദഃ. ഈ 3 വാസ്തവത്തിൽ ധർമ്മത്തിൻ്റെ അടിത്തറ. ഈ 3 ഉപദേശങ്ങൾ ലോകത്തിൽ എല്ലാവരെ സംബന്ധിച്ചും അനുഷ്ഠേയമാണ്, പ്രാവർത്തികമാണ്. ഇവിടെ ബ്രഹ്മചാരിയെന്നോ ഗൃഹസ്ഥനൊന്നും വ്യത്യാസമില്ല, എല്ലാവരും പാലിക്കേണ്ടതാണ്. തുടർന്ന് ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച് വിശേഷമായിട്ട് ഉപദേശിക്കുക. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള മുഴുവൻ ഉപദേശങ്ങളും ഗൃഹസ്ഥാശ്രമ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. നമുക്ക് ശ്രദ്ധിക്കാം. അതിലേക്ക് കടക്കുകയാണ്. മന്ത്രം തുടർന്ന് പറയുന്നു. ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ഛേത്സീഹി. സത്യാന്ന പ്രമദിതവ്യം ധർമാന്ന പ്രമദിതവ്യം കുശലാന്ന പ്രമദിതവ്യം. അങ്ങനെ പോവുകയാണ് ഉപദേശം. ക്രമമായി പഠിക്കാം. ഇപ്പോൾ ധർമ്മത്തിൻ്റെ അടിസ്ഥാനമായ സത്യം, ധർമ്മം, സ്വാധ്യായം എന്നിവയെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ആചാര്യായ പ്രിയം ധനമാഹൃത്യ
പ്രജാതന്തും മാ വ്യവച്ഛേത്സീഹി. ഒന്നുകൂടി പറയാം. ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ഛേത്സീഹി. ആചാര്യനായിട്ട് പ്രിയം ധനം ആഹൃത്യ, പ്രിയമായ ധനത്തെ സമർപ്പിച്ചിട്ട്, പ്രജാതന്തുവെ, സന്തതി പരമ്പരയെ, മാ വ്യവച്ഛേത്സീഹി, ഛേദിക്കാതിരിക്കൂ, മുറിക്കാതിരിക്കൂ എന്ന്. നോക്കൂ, നേരത്തെ പറഞ്ഞു ഗുരുകുലത്തിൽ ഗുരുനാഥൻ്റെ കൂടെ താമസിച്ച് വേദം സാംഗം പഠിച്ച് എന്തെങ്കിലും ചില തൊഴിൽ മേഖലകളും പഠിച്ച് അനന്തരം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന വിദ്യാർത്ഥിയെ അടുത്ത് വിളിച്ച്, അന്തേവാസിയെ അടുത്ത് വിളിച്ച് ആചാര്യൻ നൽകുന്ന ഒരു ബിരുദദാന പ്രഭാഷണമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ അടിസ്ഥാനോപദേശമല്ല, ഓർമ്മപ്പെടുത്തലുകളാണ്. ഇത്രയും കാലം പഠിച്ചതിൻ്റെ സാരം ഒന്ന് ഓർമ്മിപ്പിച്ച് പറഞ്ഞയക്കുകയാണ്. അവിടെയാണ് സത്യം വദ ധർമ്മം ചര സ്വാധ്യായാന്മാ പ്രമദ എന്നുള്ള മൊത്തം ഉപദേശാദ്യം പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ആചാര്യായ പ്രിയം ധനമാഹൃത്യ, ആചാര്യനായിട്ട് പ്രിയ ധനത്തെ സമർപ്പിച്ച്. അതോടുകൂടി ഗുരുകുലവാസം കഴിഞ്ഞു. ഫീസ് സമ്പ്രദായം ഇല്ല. ഗുരുകുലങ്ങളിൽ ഇത്ര രൂപ ഫീസ് എന്നുള്ളതില്ല. ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് സമർപ്പിക്കുന്നു. അങ്ങനെ വിദ്യാർത്ഥികളെല്ലാം അവനവൻ്റെ കഴിവിനനുസരിച്ച് സമർപ്പിക്കുന്നത് കൊണ്ട് ഗുരുകുലം നടന്നു പോകും. ഏതൊരു പ്രസ്ഥാനവും നടന്നു പോകണമെങ്കിൽ സാമ്പത്തികം അനിവാര്യമാണ്. എല്ലാവർക്കും ഒരു ഫീസ് എന്നുള്ളതല്ല, എന്താണോ കഴിവ് അതിനനുസരിച്ച്. ഏതൊരു യജ്ഞത്തിനും ദക്ഷിണയുണ്ട്. ഇത്രയും കാലം ഗുരുനാഥൻ്റെ കൂടെ ചുരുങ്ങിയത് 12 വർഷമെങ്കിലും പഠിച്ച് തിരിച്ചു പോകുമ്പോൾ അവനവന് സാധിക്കുന്ന ഒരു ദക്ഷിണ സമർപ്പിക്കുന്നു. അത് എന്തെങ്കിലും കാശായിരിക്കുന്നു മാത്രം വിചാരിക്കരുത്. നമ്മുടെ ശാസ്ത്രങ്ങളിൽ പല സന്ദർഭങ്ങളിലും ശിഷ്യൻ്റെ കഴിവിനെ വളർത്താനുള്ള, ശിഷ്യൻ പഠിച്ചതിനെ പരീക്ഷിക്കാനുള്ള പല സമർപ്പണങ്ങളും ഗുരുനാഥന്മാർ ചോദിച്ചതായിട്ട് നമ്മളെ ശാസ്ത്രങ്ങളിൽ കാണാൻ സാധിക്കും. അത് പണമല്ല. നീ ഇന്നത് ചെയ്യൂ. ആ ഗുരു ആവശ്യപ്പെടുന്നത് അയാളുടെ കഴിവിനെ, മികവിനെ വളർത്തുന്നതായിരിക്കും. പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ആത്മവിശ്വാസം പകർന്നു നൽകുന്നതായിരിക്കും. ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള സമർപ്പണത്തെ ചെയ്ത് എന്ന് പറഞ്ഞാൽ ഗുരുകുലവാസം കഴിഞ്ഞു. ഇനിയുള്ളതൊക്കെ തിരിച്ചു പോയ ശേഷമുള്ളതാണ്. നേരത്തെ പറഞ്ഞത് തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ബ്രഹ്മചര്യം വിദ്യാഭ്യാസകാലം, അധ്യയനകാലം കഴിയുമ്പോൾ ജീവിതത്തിൽ ഉറച്ച വിവേക വൈരാഗ്യങ്ങളുണ്ടെങ്കിൽ അയാൾക്ക് സന്യസിക്കാം. പക്ഷെ അങ്ങനെ സന്യസിക്കാൻ യോഗ്യതയുള്ളവരുടെ എണ്ണം വളരെ 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 കുറവായിരിക്കും. അനേക ലക്ഷം പേരിൽ ഒരാളെ ഉണ്ടാവും. മറ്റെല്ലാവരും തന്നെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്.
അങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സമാവർത്തനം ചെയ്ത് പോകുന്ന ആളോടാണ് ഈ പ്രിയം ധനമാഹൃത്യ എന്നുള്ളത് വരുന്നത്. അല്ലാതെ ഒരാൾ സന്യാസമാർഗത്തേക്ക് പോവുകയാണെങ്കിൽ ഈ പ്രിയം ധനമാഹൃത്യ എന്നുള്ളത് വരുന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അയാൾ ഗുരുകുലം വിട്ടു പോവുകയാണ്, സന്യസിച്ചു പോവുകയാണ്. അപ്പം ഇത് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ആളാണ്, അത് ഉറപ്പാണ്. അങ്ങനെ പോയാൽ എന്ത് ചെയ്യണം? അതാണ് പറയുന്നത്. പ്രജാതന്തും മാ വ്യവച്ഛേത്സീഹി. പ്രജാതന്തുവെ ഛേദിക്കാതിരിക്കൂ. പ്രജാതന്തു, പ്രജ എന്ന് പറഞ്ഞാൽ സന്താനം. നമ്മളൊക്കെ പ്രജകളാണ്. ആർക്ക് ജന്മമുണ്ടോ, ആര് ജനിച്ചിട്ടുണ്ടോ അവരെ മുഴുവൻ പ്രജ എന്ന് പറയാം. പ്രകർഷേണ ജായന്തേ ഇതി. ജനിക്കുന്നവരൊക്കെ പ്രജകളാ. നമ്മളൊക്കെ പ്രജകളാ, നമ്മളൊക്കെ ജനിച്ചവരാ. ജനിച്ചവരൊക്കെ പ്രജകൾ. ഇവിടെ പ്രജ എന്ന് പറഞ്ഞാൽ സന്താനം എന്നർത്ഥം എടുക്കണം. എങ്ങനെ മനസ്സിലായി? പ്രജാതന്തും എന്ന് പറഞ്ഞതുകൊണ്ട്. പ്രജാതന്തുവെ ഛേദിക്കാതിരിക്കൂ, സന്താന പരമ്പരയെ ഛേദിക്കാതിരിക്കൂ. ഇതാണ് ആദ്യ ഉപദേശം. ഇപ്പം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാന താത്പര്യം തന്നെ സന്താന പരമ്പര എന്നുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ കാമോപഭോഗം എന്നുള്ളതല്ല. കാമോപഭോഗം വേണ്ടാന്ന് പറഞ്ഞില്ല. കാമം വേണം, അർത്ഥം വേണം. കാമവും അർത്ഥവും എല്ലാ എല്ലാ ജീവികളിലുമുണ്ട്. എല്ലാ ജീവികളെ സംബന്ധിച്ചും വേണം. എന്നാൽ സന്താനോൽപാദനം എന്നുള്ള വലിയൊരു ലക്ഷ്യം, സന്താന പരമ്പര എന്നുള്ള വലിയൊരു ലക്ഷ്യം മുൻനിർത്തിയിട്ടാണ് വിവാഹ സംസ്കാരം നടത്തേണ്ടത്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ സന്താന പരമ്പര, തന്തു എന്ന് പറഞ്ഞു. തന്തു, പ്രജാതന്തു. തനു വിസ്താരേ എന്നുള്ള ധാതുവിൽ നിന്നാണ് തന്തു എന്നുള്ളത് വരുന്നത്. അതിൽ തന്നെ സന്താനം എന്നുള്ള വാക്കൊക്കെ വരുന്നത്. സന്താനം എന്നുള്ള വാക്കെല്ലാം വരുന്നത് തനു വിസ്താരേ എന്നുള്ള ധാതുവിൽ നിന്നാണ്. അത് പരമ്പരയാണ്. എനിക്കൊരു മകനുണ്ടായി, ഒരു മകളുണ്ടായി എന്ന് പറഞ്ഞത് കൊണ്ട് സന്താനം ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. എനിക്കൊരു ആൺകുട്ടിയുണ്ട്, എനിക്കൊരു പെൺകുട്ടിയുണ്ട്, അത് ശരിയാ. കുറച്ച് ഉറപ്പ് വരുത്തുന്ന മക്കളെ സംബന്ധിച്ച് സന്താനം എന്ന് പറയാൻ പറ്റും. അത് അകസ്മാത് ഉണ്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഋഷീശ്വരന്മാര് ആവർത്തിച്ച് നമ്മളോട് സന്താന ഉൽപാദനത്തെ കുറിച്ച് പറയും. അവശ്യ കർത്തവ്യങ്ങളായ നിത്യനൈമിത്തിക കർമ്മങ്ങളിൽ, നൈമിത്തികങ്ങളിൽ ഒന്നാമത്തെ സംസ്കാരം തന്നെ, ഷോഡശ സംസ്കാരങ്ങളിൽ ഒന്നാമത്തെ സംസ്കാരം തന്നെ ഗർഭാധാന സംസ്കാരമാണ്. നല്ല സന്താനം ഉണ്ടാവണേ, തേജസ്സും ഓജസ്സും ഉള്ള സന്താനം ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയോടെ, സങ്കല്പത്തോടെ പതിയും പത്നിയും സമാഗമിക്കുന്നതാണ് ഗർഭാധാനം. അതിൻ്റെ താത്പര്യം കുട്ടികൾ ആകസ്മികമായി ഉണ്ടായിപ്പോകുന്നതല്ല. സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ച് ഇടപഴകി ജീവിച്ചു, അങ്ങനെ ആ കുട്ടി ഉണ്ടായിപ്പോയി, അതല്ല നമ്മുടെ സങ്കല്പം. മറിച്ച് കുട്ടിയെ ഉണ്ടാക്കുകയാണ്. കുട്ടി ഉണ്ടാവുകയല്ല. രണ്ടിൻ്റെ വ്യത്യാസം വളരെ വലുതാണ്. സ്ത്രീ പുരുഷന്മാർ ലൈംഗിക ചേഷ്ടകളിൽ ഏർപ്പെട്ടു, ഉപോത്പന്നമായി, ബൈ പ്രോഡക്റ്റായി സന്താനം ഉണ്ടായി. ഒരിക്കലും അല്ല, അങ്ങനെയല്ല.
മറിച്ച് ധർമ്മചിന്തയുടെ ഉത്പന്നമാണ് സന്താനം. അതുകൊണ്ടാണ് ഗർഭാധാന സംസ്കാരത്തിൽ നല്ല തേജസ്സും ഓജസ്സുമുള്ള സന്താനം ഉണ്ടാവണേ എന്ന പ്രാർത്ഥനയോടുകൂടി അച്ഛനമ്മമാരുടെ അനുഗ്രഹമെല്ലാം മേടിച്ച് വിഹിതങ്ങളായ തിഥികളിൽ സ്ത്രീ പുരുഷന്മാർ യോജിക്കുന്നത്. ശ്രദ്ധിക്കുക. ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. ഇത് പറയുന്ന സമയത്ത് നമ്മുടെ ഒരു സാമൂഹിക ജീവിത ക്രമത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ അപകടകരമായ ജനസംഖ്യാ വ്യതിയാനം നമ്മൾ കാണുന്നുണ്ട്. എവിടെ വേണമെങ്കിൽ നോക്കിക്കൊള്ളൂ. വലിയ വീടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്, വളരെ വലിയ വീടുകൾ. കുടുംബം എന്ന് പറയുന്നില്ല, വലിയ വീടുകൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ വയസ്സായ 1-2 പേര് കാവൽക്കാരായിട്ട്, പ്രത്യേകിച്ച് കൂലി കിട്ടാത്ത ജോലി ചെയ്യുന്നവരായിട്ടുണ്ടാവും. മിക്കവാറും വീടുകൾ ഇന്ന് കേരളത്തിൽ, മിക്കവാറും വീടുകൾ ഇന്ന് വൃദ്ധസദനങ്ങളാണ്. മിക്കവാറും. അല്ലേ നിങ്ങൾ പരിശോധിക്കുക. എത്ര പേരുണ്ട്? ഞങ്ങൾ 2 പിന്നെ ഒരു കുഞ്ഞുമുണ്ട്. കുറച്ച് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, അധികം മുമ്പല്ല, 4-5 വർഷം മുമ്പ് ഒരു യാത്രയിൽ നമ്മളങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് റോഡ് സൈഡിൽ നിർത്തിയിട്ട ഒരു നാഷണൽ പെർമിറ്റ് ലോറി, അത് വളരെ ദൂരം ഓടിയതിൻ്റെ ഫലമായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട്. നല്ലപോലെ പൊടി പിടിച്ചിട്ടുണ്ടെങ്കിലും ആ പൊടിക്ക് ഉള്ളിലൂടെ, മണ്ണിനുള്ളിലൂടെ, ഉള്ളിൽ എഴുതിയ പെയിന്റ് കൊണ്ട് എഴുതിയത് വായിക്കാൻ പറ്റും. ഒരു സൈഡിൽ 1 ഫാമിലി, മറ്റേ സൈഡിൽ 1 ചൈൽഡ്. ഇതാണ് എഴുതിയത് പെയിന്റ് കൊണ്ട്. 1 ഫാമിലി ഇടതുഭാഗത്ത് എഴുതിയിട്ടുണ്ട്, വലതുഭാഗത്ത് 1 ചൈൽഡ്. ഏതോ ബിരുദൻ, ആരാന്നറിയില്ല, ആരാന്ന് നമുക്കറിയില്ല, ഈ പൊടിയിൽ വിരലുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഫോർ ഹിന്ദുസ്. വൺ ഫാമിലി 1 ചൈൽഡ് ഫോർ ഹിന്ദുസ് എന്ന്. ഇതാണ് സ്ഥിതി. 1 ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു പതിയും പത്നിയും കൂട്ടുക. അച്ഛനും അമ്മയ്ക്ക് സ്ഥാനം ഇല്ലല്ലോ, അച്ഛനമ്മേനൊക്കെ പുറത്താക്കി. എങ്കിലൊരു പതിയും പത്നിയും കൂട്ടുക 2, അവർക്കാണ് ഒരു കുഞ്ഞ് എന്ന് പറയുമ്പോൾ അടുത്ത തലമുറയിൽ പകുതിയായി. ഇപ്പം എത്ര പോപ്പുലേഷൻ ഉണ്ടോ അതിന് പകുതിയായി അടുത്ത തലമുറയിൽ. എല്ലാവരും ഇത് പാലിക്കുകയും സ്വീകരിക്കുകയുമാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വ്യത്യാസമില്ലാതെ ഭാരതത്തിലെ എല്ലാ പൗരന്മാരും ഇത് പാലിക്കുകയാണെങ്കിൽ തത്കാലത്തേക്ക് പ്രശ്നമില്ല. കുറച്ചു കാലം കഴിഞ്ഞാൽ പ്രശ്നം വരും. ആ പ്രശ്നമാണ് ഇന്ന് ചൈന അഭിമുഖീകരിക്കുന്നത്. ചൈനയിലെ ഭൂരിഭാഗം, ജനസംഖ്യയിലെ ഭൂരിഭാഗവും വൃദ്ധന്മാരാണ്. അവരുണ്ടാക്കി വെച്ച യന്ത്ര സംവിധാനങ്ങളെയും മറ്റും മുന്നോട്ട് നയിക്കാൻ വേണ്ട ചെറുപ്പക്കാർ എണ്ണം കുറഞ്ഞു. നല്ലത് തന്നെ, അതായിക്കോട്ടെ, അവർ നോക്കിക്കോട്ടെ, നമ്മൾ നോക്കണ്ട. എന്നാൽ ഇവിടുത്തെ സ്ഥിതി, ഈ നിയമങ്ങളും നയങ്ങളും ഒക്കെ സ്വീകരിക്കാൻ ഒറ്റ ജനവിഭാഗം മാത്രം, ഹിന്ദു. അനുസരണയുള്ള, നിയമം പാലിക്കുന്ന. ഗവൺമെൻറ് ഫാമിലി പ്ലാനിങ് മെഷേഴ്സ് കൊണ്ടുവന്നപ്പോൾ അതെല്ലാം സ്വീകരിക്കുന്ന നല്ല ഒരു വിഭാഗം മാത്രം. എത്ര മിടുക്കന്മാരാണെന്നറിയാം. 1 ഫാമിലി 1 ചൈൽഡ്. മറ്റതോ ആവറേജ് 5-6. വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനാധിപത്യ ഭരണക്രമത്തിൽ ഭരണയന്ത്രം മുന്നോട്ട് പോവുക. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും. ഒന്നുകിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വ്യത്യാസമില്ലാതെ എല്ലാവരും
ഇത്തരം ഫാമിലി പ്ലാനിംഗ് പോളിസികൾ മുഴുവൻ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ആരും സ്വീകരിക്കരുത്. ഇല്ലെങ്കിൽ ആപത്കരമായ ജനസംഖ്യാ വ്യതിയാനമാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണ് തുറന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അതുകൊണ്ട് ഋഷി ഇവിടെ പറഞ്ഞു, വിവാഹ സംസ്കാരത്തിൽ ഏർപ്പെടുന്നതിൻ്റെ അടിസ്ഥാനപരമായ ഉദ്ദേശ്യം തന്നെ സന്താന പരമ്പരയാണ്. അത് മറക്കരുത്. സത്സങ്കല്പത്തോടുകൂടി സന്താനം ഉണ്ടാവണേ എന്നുള്ള സങ്കല്പത്തോടുകൂടി സന്താനത്തെ ഉണ്ടാക്കണം. പോരാ, മാതൃകയായി ആ കുഞ്ഞിന് ധർമ്മബോധം പകർന്നു നൽകുന്ന ജീവിതക്രമം അമ്മയും അച്ഛനും പാലിക്കണം. കുടുംബത്തിൽ ഒരു കുഞ്ഞിൻ്റെ വികാസത്തിൻ്റെ ഏറ്റവും പ്രധാന ഘട്ടം ഏതാണ്? ആദ്യം അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ, പിന്നെ ഒരു 3.5 വയസ്സ് 4 വയസ്സ് വരെയുള്ള പ്രായം കഴിഞ്ഞു. പിന്നെ ഇല്ല. പിന്നെ ആദ്യം ഈ ഘട്ടത്തിൽ 4 വയസ്സ് വരെയുള്ള പ്രായത്തിൽ ശേഖരിച്ച് വെച്ചതിനെ ചേർത്ത് ഉള്ള അപഗ്രഥനം മാത്രമേ പിന്നെ നടക്കുന്നുള്ളൂ. ഡാറ്റ കളക്ഷൻ മുഴുവൻ ഒരു 4 വയസ്സാകുമ്പോഴത്തേക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രായം വരെ ഒരു കുഞ്ഞിന് മുമ്പിൽ മാതൃകയായിരിക്കണം അമ്മ, അച്ഛൻ. പിന്നെ നിങ്ങൾ സാക്ഷാൽ സാന്ദീപനി മഹർഷിയുടെ അടുത്ത് കൊണ്ടാക്കിയിട്ടും കാര്യമൊന്നുമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 4 വയസ്സ് വരെ ഉത്തമ മാതൃക കാണും വിധം കുഞ്ഞ് വളരണം. ഓരോ വീടും വിദ്യാലയം പോലെ, ദേവാലയം പോലെ പരിശുദ്ധമായിരിക്കണം. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നന്മയുടെ സന്ദേശങ്ങളെ, മനുഷ്യ രൂപീകരണത്തിന് വേണ്ട സന്ദേശങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണം. വലിയ ഉപദേശങ്ങളായിട്ടല്ല, മാതൃകയായിട്ട്. അതെ, മനുഷ്യ നിർമ്മാണം. എങ്ങനെയാ അമ്മ നമുക്ക് ചോറ് തന്നേ? കുഞ്ഞിനെ ഒക്കത്തെടുത്ത്, അപ്പോഴത്തേക്ക് കാക്ക വരും, പൂച്ച വരും, പട്ടി വരും, കുറച്ച് പട്ടിക്കും കൊടുത്ത്, കുറച്ച് കാക്കയ്ക്കും കൊടുത്ത്, കുറച്ച് അമ്മയും കഴിച്ച്, എന്നിട്ട് നമുക്കും തന്നു. താൻ കഴിക്കുന്നതോടൊപ്പം മറ്റു ജീവികൾക്ക് കൊടുക്കണം എന്നൊരു ചിന്ത വളർന്നു. അവിടെ മനുഷ്യനാണ് രൂപപ്പെടുന്നത്. ഇന്നിപ്പോൾ അമ്മ പറയാണ്, വേഗം കഴിച്ച, അല്ലെങ്കിൽ ഞാൻ പട്ടിക്ക് കൊടുക്കൂട്ടാ എന്ന് വെച്ചാൽ പട്ടിക്ക് കൊടുക്കാണ്ട് കഴിക്കണം എന്നൊരു വൃത്തി വരികയാണ്. അതിനേക്കാൾ രസകരമായിട്ടുള്ളത്, കുട്ടീനെ സോഫയിൽ അങ്ങോട്ട് ഇരുത്തി ഭക്ഷണം മുമ്പ് കൊടുത്ത്, മുമ്പിൽ ടി വിയിൽ എന്തെങ്കിലും ചില സംഘടനകൾ വെടിവെച്ച് കൊല്ലണത്, അത് ഇതൊക്കെ ആയിട്ടുള്ള കളികളാണ്ട് വെച്ച് കൊടുക്കും. ഇതും കണ്ട് ഇങ്ങനെ കഴിച്ചിരുന്ന അതിനെക്കൊണ്ടുള്ള ഉപദ്രവമില്ല എന്നാണ് അമ്മ പറയണത്. എന്നിട്ട് ഇത് ഭക്ഷണം എത്രയാണ് വേണ്ടത്, എത്രയാണ് വേണ്ടാത്തതെന്നൊന്നും തിരിച്ചറിയില്ല. അങ്ങനെ കഴിച്ചു. പെൺകുട്ടികളൊക്കെ ഒരു 8 വയസ്സ് ആകുമ്പോഴത്തേക്ക് പ്രായപൂർത്തിയാവും. 9 വയസ്സ് മാക്സിമം. ആൺകുട്ടികൾ ഒബിസിറ്റി വന്നിട്ട് ഒരു 10 വയസ്സ് 12 വയസ്സാകുമ്പോഴത്തേക്ക് പറയണില്ല, അത്ര അബദ്ധവും. പിന്നെ ചികിത്സയാ, ജീവിത ശൈലീ രോഗങ്ങളാ സ്വാമി. പുതിയ പുതിയ പേരുകൾ കൊടുത്തിരിക്കുക. ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഇംഗ്ലീഷ് പറഞ്ഞാൽ കേമായി. ലൈഫ് സ്റ്റൈൽ ഡിസീസ്. നിനക്ക് പാടുണ്ടോ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മറ്റ് ജന്തുക്കൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് നമ്മൾ രാവിലെ ജീവിതം തുടങ്ങിയത്. വീട്ടിന് മുമ്പിൽ കോലങ്ങൾ എഴുതി, വീട്ടിന് മുമ്പിൽ അരിമാവ് കൊണ്ട് കോലം എഴുതി. എന്തിനാ? വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഉറുമ്പുകൾക്കുള്ള ശാപ്പാട് തയ്യാറാക്കിയിട്ട് വേണം വീട്ടിൽ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ. ഇന്നിപ്പോൾ വെളുത്ത പൊടി കൊണ്ടാണ് ഇടുന്നത്. അതിൻ്റെ അടുത്ത് ഉറുമ്പ് പോയി കഴിഞ്ഞാൽ ചാവും, അങ്ങനത്തെ പൊടിയാ. ഒന്ന് ആലോചിച്ച്, നമ്മുടെ വീക്ഷണം മാറിയത് എത്രയാണ്. ഇതൊക്കെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാ. ഇതിന് നമുക്ക് മെക്കാളയെ കുറ്റം പറയാൻ പറ്റുമോ? എല്ലാത്തിനും മെക്കാളയെ കുറ്റം പറയുമല്ലോ, നമ്മളതാണല്ലോ പഠിച്ചത്. എന്തുണ്ടെങ്കിലും ഉടനെ മെക്കാളയെ കുറ്റം പറയും. പാശ്ചാത്യ സംസ്കാരം നമ്മളെ നശിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ 10 പ്രസംഗം അങ്ങ് ചെയ്താൽ കേമായി. എന്ത് നശിപ്പിക്കാൻ? നമ്മളാണ് നമ്മളെ നശിപ്പിക്കണത്, വേറെ ആരുമല്ല.
അവിടെ അരിമാവ് കൊണ്ട് കോലിടുമ്പോൾ അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉറുമ്പുകൾക്ക് ആഹാരം. കെമിക്കൽ പൊടിയിടുമ്പോഴോ? ചിന്തിക്കുക, ഓരോന്നും ചിന്തിക്കുക. അപ്പം അതുകൊണ്ട് സന്താന പരമ്പര എന്ന് പറഞ്ഞത് വളരെ ശ്രദ്ധിച്ച് കരുതലോടുകൂടി നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. അതാണ് പ്രജാതന്തും മാ വ്യവച്ഛേത്സീഹി. ഈ മന്ത്രം മറക്കരുത്. ഇത് വ്യാഖ്യാനിച്ചാൽ തീരില്ല, പല തലങ്ങളിലേക്ക് പോകാം. പക്ഷെ ഒന്ന് ഉറപ്പിച്ച് പറയാം, പ്രജാതന്തും മാ വ്യവച്ഛേത്സീഹി എന്ന് പറയുന്നത് ഒരു കാരണവശാലും ബ്രഹ്മചാരിയോടല്ല, സന്യാസിയോടല്ല, വാനപ്രസ്ഥനോടല്ല. അപ്പം ആരോടാ? ഗൃഹസ്ഥനോടാ. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് പറയുന്ന ഉപദേശങ്ങൾ മുഴുവൻ ഗൃഹസ്ഥാശ്രമിയോടുള്ള ഉപദേശങ്ങളാണ്. അതെന്തൊക്കെയാ നോക്കൂ. സത്യാന പ്രമദിതവ്യം, ധർമാന പ്രമദിതവ്യം, കുശലാന പ്രമദിതവ്യം, ഭൂത്യൈന പ്രമദിതവ്യം. അങ്ങനെ തുടരുന്നു. ആദ്യം പറയാണ് സത്യാന പ്രമദിതവ്യം. സത്യത്തിൽ നിന്ന് പ്രമാദം ചെയ്യരുത്. പ്രമാദം ചെയ്യാന്ന് പറഞ്ഞാൽ മടിച്ച് പിന്മാറുക. ഈ പ്രമാദം, തമിഴിൽ പ്രമാദം വേറെ, സംസ്കൃതത്തിൽ പ്രമാദം വേറെ. രണ്ടർത്ഥങ്ങളാണ്. സംസ്കൃതത്തിൽ പ്രമാദം എന്ന് പറഞ്ഞാൽ ഇപ്പം ചെയ്യേണ്ടത് ഇപ്പം ചെയ്യാതെ പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്ന സ്വഭാവ വിശേഷത്തിനാണ് പ്രമാദം എന്ന് പറയുക. ഇപ്പോൾ ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യണം, അപ്പം ഇന്നത്തേക്ക് മാറ്റി വെക്കരുത്. പക്ഷെ അങ്ങനെ മാറ്റി വയ്ക്കുന്ന സ്വഭാവ വിശേഷമാണ് പ്രമാദം. പിന്നെ ചെയ്യാന്നേ, എല്ലാം നമ്മളങ്ങനെ പിന്നത്തേക്ക് വെക്കുകയോ? ഭക്ഷണം കഴിക്കണേ പിന്നത്തേക്ക് വെക്കാറുണ്ടോ? അതില്ല. ചിലതൊക്കെ പിന്നത്തേക്ക് വെക്കും. പഠിക്കണത് പിന്നത്തേക്കാവാം. ഇന്ന് പഠിക്കേണ്ടത് നാളെ പഠിക്കാം. അങ്ങനെയൊക്കെ നമ്മൾ മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ പറയാണ് സത്യത്തിൽ നിന്ന് പ്രമാദം ചെയ്യരുത്. ഒരിക്കലും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. ഇവിടെ നമുക്കൊരു സംശയം വരികയാണ്. എന്താ സംശയം? നേരത്തെ പറഞ്ഞു സത്യം വദ എന്ന് പറഞ്ഞു, സത്യം പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ സത്യം പറയൂ എന്ന് ഉപദേശിച്ച സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് സത്യാന്ന പ്രമദിതവ്യം എന്ന് ആവർത്തിക്കുന്നത്? സത്യം വദ എന്ന് പറഞ്ഞുല്ലോ, പിന്നെ എന്തിനാ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുതേ എന്ന് പറയുന്നത്? കാരണമുണ്ട്. കാരണം നേരത്തെ പൊതുവായിട്ട് എല്ലാവരോടും പറഞ്ഞതാ. ഇപ്പോ ഗൃഹസ്ഥാശ്രമിയോട് പ്രത്യേകം പറയുക. ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ നുണ പറയുന്നില്ല, പക്ഷെ നുണ പറയാനുള്ള സാഹചര്യങ്ങളും പ്രേരണകളും കൂടുതലായിരിക്കും. പത്നിക്ക് വേണ്ടി നുണ പറയേണ്ടി വരും, പതിക്ക് വേണ്ടി നുണ പറയേണ്ടി വരും, കുട്ടികൾക്ക് വേണ്ടി നുണ പറയേണ്ടി വരും. പലരുടെ സമ്മർദ്ദങ്ങൾ നമുക്കുണ്ടാവും. അതെ, നുണ പറയാൻ അച്ഛൻ പറഞ്ഞു എന്ന് വരും, അമ്മ പറഞ്ഞു എന്ന് വരും. നോക്കൂ, ഒരിക്കലും മറക്കാത്തൊരു ദൃഷ്ടാന്തം ഓർമ്മ വരികയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മളൊരു ക്ഷേത്രത്തിൽ പ്രഭാഷണത്തിന് പോയതാണ്. അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കാലഘട്ടത്തിൽ വേദവ്യാഖ്യാനം വരെ ചെയ്ത അത്ര വലിയ വിദ്വാൻമാർ വസിച്ച ഒരു ഗൃഹമുണ്ട്. പേരൊന്നും പറയുന്നില്ല, പേര് പറയാൻ പാടില്ല. അപ്പം അതൊരു പരദൂഷണമായി മാറും, അതിൻ്റെ ആവശ്യമില്ല. വേദം പഠിപ്പിച്ചവരല്ല, വേദം വ്യാഖ്യാനിച്ചവർ, അത്ര വലിയ വിദ്വാൻമാർ നിവസിച്ച ഒരു ഗൃഹത്തിൻ്റെ സമീപമായിരുന്നു ആ ക്ഷേത്രം. പ്രസിദ്ധമാണ്. അപ്പം നമ്മൾ ക്ഷണിച്ചു. സംഘാടകർ പറഞ്ഞു, സ്വാമി നമുക്ക് അവിടെ ഒന്ന് പോയിക്കൂടെ, അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാം, സന്തോഷം, പോവാന്ന് പറഞ്ഞു. അങ്ങനെ ആ വീട്ടിലെ ഒരു ആളുണ്ട്, ഈ ക്ഷണിച്ച സംഘാടകരുണ്ട്. നമ്മൾ ഈ 3 പേര് ആ ഗൃഹത്തിലേക്ക് പോയി. ഉമ്മറത്ത് തന്നെ കുറച്ച് പ്രായമുള്ള ഒരാൾ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇതിൽ പരം സന്തോഷമില്ല ചിദാനന്ദപുരസ്വാമിയെ കണ്ടപ്പോൾ. ഞാൻ കാണണമെന്ന് വളരെ ആഗ്രഹിച്ചതാട്ടോ, വലിയ ഭാഗ്യമായി, അങ്ങനെയാന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ഒരു കൊച്ചു മോൾ ഓടി വന്നു. ഒരു 3 വയസ്സുണ്ടാവും, അതിൽ പുള്ളിയില്ല,
കയറി വന്നാൽ 3.5 വയസ്സ്, അതിൽ കൊള്ളില്ല. ഈ മോളോട് ഇദ്ദേഹം പറഞ്ഞു, മോളെ ഗായത്രി, ചിദാനന്ദപുരസ്വാമി വന്നിട്ടുണ്ടെന്ന് മുത്തശ്ശനോട് പറയൂ. ഈ കുട്ടി ഓടി അകത്ത് പോയി. അതേ വേഗതയിൽ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, മുത്തശ്ശൻ ഇല്ല എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടെന്നു. സത്യസന്ധയായ കുട്ടി എത്ര നന്നായി പറഞ്ഞു. ഈശ്വര സ്വരൂപിയല്ലേ മക്കള്, അവർക്ക് കാപ്പട്ടി അറിയില്ല. അപ്പൊ മുത്തശ്ശൻ ഇല്ല എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയേണ്ടിയിരുന്നത്? മുത്തശ്ശൻ ഇല്ല എന്നാ പറയേണ്ടിയിരുന്നത്. പക്ഷെ പറഞ്ഞത് മുത്തശ്ശൻ ഇല്ല എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇതേത് ഗൃഹത്തിലാ? വേദം വ്യാഖ്യാനിച്ചവര് താമസിച്ച ഒരു ഗൃഹം. അവിടെ പോലും ഈ 3 വയസ്സുള്ള കുട്ടിയോട് കള്ളം പറയാൻ പ്രേരിപ്പിക്കുന്ന മുത്തശ്ശനാണുള്ളത്. ആണല്ലോ, അതാ പ്രശ്നം. ഗൃഹസ്ഥേഷു മായാവിത്വ സംഭവാത് എന്ന് ഭാഷ്യകാരൻ പറയും. സന്യാസിക്ക് കള്ളം പറഞ്ഞൂടെ? സന്യാസിക്കും കള്ളം പറയാം. ബ്രഹ്മചാരിക്ക് കള്ളം പറയൂടെ? ബ്രഹ്മചാരിക്കും കള്ളം പറയാം. പക്ഷേ ഗൃഹസ്ഥന് പ്രേരണ കൂടുതലുണ്ടാവും. കാരണം പലരുടെ സമ്മർദ്ദം ഉണ്ടാവും. മോൾക്ക് വേണ്ടിയിട്ടല്ലേ, ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, അല്ലെങ്കിൽ സ്കൂളിലൊരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, അല്ലെങ്കിൽ ഒരു പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, ഒരു കള്ളം പറഞ്ഞേക്കേ. ഒറ്റ കള്ളം പറഞ്ഞാൽ കാര്യം വെക്കുന്നേ. പല സാഹചര്യ സമ്മർദ്ദങ്ങൾ വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ത് സാഹചര്യ സമ്മർദ്ദം വന്നാലും, ആര് തന്നെ കള്ളം പറയാൻ പ്രേരിപ്പിച്ചാലും കള്ളം പറയരുത്. ചിലപ്പോൾ സ്വത്ത് കിട്ടാനായിരിക്കാം, ചിലപ്പോൾ ആധാരം തിരുത്താനായിരിക്കാം, ചിലപ്പോൾ സഹോദരൻ്റെ ഷെയർ തനിക്ക് കൂടുതൽ വാങ്ങാനായിരിക്കാം, പലതിനായിരിക്കാം. കള്ളം പറയാനുള്ള പ്രേരണ കൂടുതൽ വരും. അതെ, എന്ത് പ്രേരണ വന്നാലും കള്ളം പറയരുത്. ഇതാണ് ആദ്യം സത്യം വദ എന്ന് പറഞ്ഞ ആചാര്യൻ പിന്നെ സത്യാന്ന പ്രമദിതവ്യം എന്ന് ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ സത്യത്തിന് എത്രമാത്രം പ്രാധാന്യമാണെന്ന് നോക്കൂ. ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമാണ് സത്യത്തിന്. ഒരിക്കലും കള്ളം പറയരുത്, ഒരു കാരണവശാലും കള്ളം പറയരുത്. ഇതായിരിക്കണം നമ്മുടെ മഹാവ്രതം. എന്ന് വെച്ച് സത്യമൊക്കെ വിളിച്ചു പറയരുതേ. കഴിയുന്നതും സത്യം പറയണ്ട. അത് അതിനനുസരിച്ചൊക്കെ അങ്ങോട്ട് ഉപായത്തിൽ ഒപ്പിക്കണം. അല്ലാണ്ട് ഇപ്പം എല്ലാ സത്യവും വിളിച്ചു പറഞ്ഞാൽ കുടുംബജീവിതം തന്നെ മുന്നോട്ട് പോവുക. എന്താ അഭിപ്രായം? എന്താ നിങ്ങളുടെ അഭിപ്രായം? അതൊക്കെ സിനിമയിലൊക്കെ പറ്റും. അയ്യോ, നീ അറിയാത്തൊരു രഹസ്യവും എനിക്കില്ല, ഞാൻ അറിയാത്തൊരു രഹസ്യവും നിനക്കും പാടില്ല. അതൊക്കെ സിനിമയെ പറ്റുന്നല്ലാണ്ട് ജീവിതത്തിൽ പറ്റില്ല. എല്ലാവർക്കും അവരുടേതായ രഹസ്യങ്ങളൊക്കെ ഉണ്ടാവും. അവയെ സൂക്ഷിക്കാൻ കഴിയുകയും വേണം. എല്ലാം എല്ലാവരോടും പറഞ്ഞാൽ ജീവിതം തൊലഞ്ഞത് തന്നെയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴെങ്കിലും നമ്മൾ വളരെ സ്നേഹമുള്ളപ്പോൾ പല രഹസ്യങ്ങളും പതിയോട് പറഞ്ഞു എന്ന് വെച്ചോളൂ. അല്ലെങ്കിൽ വളരെ സ്നേഹമായിട്ട് ഇടപഴകുമ്പോൾ പത്നിയോട് എല്ലാ രഹസ്യങ്ങളും പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും ലഹള കൂടുമ്പോൾ അടുത്തിടുക. നീ ഇങ്ങനെയല്ലേ, നിന്റെ സ്വഭാവമൊക്കെ എനിക്കറിയാട്ടോ, അന്ന് നീ തന്നെ എന്നോട് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ അന്ന് എടുത്തിടും. അതുകൊണ്ട് വളരെ ആലോചിച്ചിട്ടേ സംസാരിക്കാവൂ. എല്ലാം ഒന്നും പറഞ്ഞേക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റതൊക്കെ സിനിമയിൽ നോവലിലൊക്കെ പറ്റും. നീ അറിയാത്തൊരു രഹസ്യം എനിക്കില്ല, ഞാൻ അറിയാത്തൊരു രഹസ്യം നിനക്കുമില്ല എന്നൊക്കെ പറയാം. എല്ലാവർക്കും ഉണ്ടാവില്ല? എന്താ അഭിപ്രായം? ഉണ്ടാവും. എല്ലാം ഒന്നും ഉൾക്കൊള്ളാൻ എല്ലാവർക്കും കഴിയില്ല. എല്ലാം ഒന്നും ഉൾക്കൊള്ളാൻ എല്ലാവർക്കും കഴിയില്ല. അതുകൊണ്ട് എപ്പോഴും വായെന്നൊരു വാക്ക് പുറത്ത് വരുന്നതിന് മുമ്പ് ആലോചിക്കണം, വേണോ വേണ്ടയോ. അതുകൊണ്ട് എല്ലാ സത്യവും പറയണ്ട, പക്ഷെ ഒരു കാരണവശാലും കള്ളം പറയരുത്. ഇതൊരു മഹാവ്രതമാവണം. വ്യക്തമാണല്ലോ.